A relation R on a set A such that for all AB belongs to A, if AB belongs to R and BA belongs to R, then A equal to B is called anti-symmetric. അതായത് സിമെട്രിക് എന്താ നോക്കാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ കോമ ബി ആറിൽ ഉണ്ടെങ്കിൽ ദെൻ ബി കോമ എ ആറിൽ ഉണ്ടാവണം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. ആൻറ്റി സിമെട്രിക് അതല്ല പറയണത്. ആൻറ്റി സിമെട്രിക് പറയണത് എന്താ വെച്ചാൽ എ കോമ ബിയും ബി കോമ എയും ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം എന്നാണ് പറയണത്. അതാണ് ആൻറ്റി സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നോക്കിക്കോ, ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോമ ബി പിന്നെ അതുപോലെ ബി കോമ എ ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആവണം എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ വേഗം മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, R1 എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ എടുത്തു. അപ്പോൾ അത് ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 1,1. അപ്പോൾ എൻ്റെ എ ബി എന്താണ്? 1,1 ആണ്. അപ്പോൾ ഇവിടെ ബി എ എന്തായിരിക്കും? അതും 1,1 ആണ് അല്ലേ? നമ്മുടെ ആ റിലേഷൻസ് ആൻഡ് ദിയർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. അതും 1,1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ഈക്വൽ ടു ബി അല്ലേ? 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ആണല്ലോ. അപ്പോൾ ഇത് ആൻറ്റി സിമെട്രിക് പ്രോപ്പർട്ടി, അത് ഈ ഒരു എലമെൻറ്റിൻ്റെ കേസിൽ ഓക്കെ ആണ്. ഇനി അടുത്ത എലമെൻറ്റ് നോക്കിക്കോ, എ കോമ ബി ആയിട്ട് ഞാൻ 1,2 എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബി കോമ എ എന്താണ്? ബി കോമ എ എന്ന് പറഞ്ഞാൽ 2,1 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 1,2ഉം 2,1 ഇവിടെ ഉണ്ടോന്ന്? 1,2 ഇവിടെ ഉണ്ട്, 2,1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ്. ബട്ട് ഇവിടുത്തെ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഇവിടെ വന്നത് എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി. കാരണം എന്താണ്? എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 2 ആണ്. 1 ഒരിക്കലും 2നോട് ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഇത് ആൻറ്റി സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതെന്താണ്? നോട്ട് ആൻറ്റി സിമെട്രിക് ആണ്. ഇതെന്താണ്? നോട്ട് ആൻറ്റി സിമെട്രിക് ആണ്. നമ്മൾ ഇനിയും എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ R1ൻ്റെ കേസ് നോക്കിയാൽ R1 നമ്മൾ ആ റിലേഷൻസ് ആൻഡ് ദിയർ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സിമെട്രിക്കും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് സിമെട്രിക്. ഓക്കെ, ഇനി R2ൻ്റെ കേസ് പറയുമ്പോൾ R2 സിമെട്രിക് ആണെന്നാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. റിലേഷൻസ് ആൻഡ് ദിയർ പ്രോപ്പർട്ടീസ് പാർട്ട് 1 എന്ന് പറഞ്ഞ വീഡിയോയിലാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് സിമെട്രിക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് R2ൻ്റെ കേസ് എന്താണെന്ന് നോക്കാം. R2ൽ ഞാനൊരു എലമെൻറ്റ് എടുത്തു. ഞാൻ എ കോമ ബി ആയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് തന്നെ എടുക്കുകയാണ്. അതേതാണ്? 1,1 ആണ്. ഞാൻ 1,1 എടുത്തു. അപ്പോൾ ഇതിൻ്റെ ബി കോമ എ എന്താണ്? അതും 1,1 ആണ്. ഇവിടെ എ കോമ ബി ഉണ്ട്, ബി കോമ എ ഉണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി ആണോ? അതെ, എ ഈക്വൽ ടു ബി ആണ്. കാരണം 1 ഈക്വൽ ടു 1 തന്നെയാണ് വന്നിരിക്കുന്നത്. 1 ഈക്വൽ ടു 1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ അത് ഓക്കെയാണ്. ഇനി അടുത്തത് ഞാൻ എ ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന എലമെൻറ്റ് 1,2 ആണ്. അപ്പോൾ ഞാൻ എ ബി എന്നായിട്ട് 1,2നെ എടുത്തു. എ ബി ആയിട്ട് 1,2നെ എടുത്തു. അപ്പോൾ ബി എ എന്തായിരിക്കും? 2,1 ആണ്. അപ്പോൾ 1,2ഉം 2,1ഉം ഇവിടെ ഉണ്ടെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ എന്താണ്? 1ഉം ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ വീണ്ടും എ നോട്ട് ഈക്വൽ ടു ബി ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? നോട്ട് ആൻറ്റി സിമെട്രിക്. നോട്ട് ആൻറ്റി സിമെട്രിക്. ഇനി അതുപോലെ R3ന് കേസ് നോക്കുന്ന സമയത്ത് R3 സിമെട്രിക് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. R3 സിമെട്രിക് ആണ്. ഇനി ഇത് ആൻറ്റി സിമെട്രിക് ആണോ നമുക്ക് നോക്കാം. R3യിലെ ഫസ്റ്റ് എലമെൻറ്റ് 1,1 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് നമുക്ക് മനസ്സിലായില്ല, 1,1 എന്തായാലും അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത എലമെൻറ്റ് എടുക്കാം. എ കോമ ബി എന്ന് പറഞ്ഞിട്ട് 1,2ന് എടുക്കാം. അപ്പോൾ അടുത്തത് ബി കോമ എ ആണ്. ബി കോമ എ എന്ന് പറഞ്ഞാൽ 2,1 ആണ്. രണ്ടും ഈ റിലേഷനിലുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു എലമെൻറ്റ് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് നോട്ട് ആൻറ്റി സിമെട്രിക് ആണ്. നോട്ട് ആൻറ്റി സിമെട്രിക്. ഇനി അടുത്തത് R4 സിമെട്രിക് അല്ല എന്ന് നമുക്ക് കിട്ടിയതാണ്. R4 എന്താണ്? നോട്ട് സിമെട്രിക് ആണ്. നോട്ട് സിമെട്രിക്. ഇത് ആൻറ്റി സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് എടുക്കുക. ഇവിടുത്തെ R4ലെ ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? R4ലെ ആദ്യത്തെ എലമെൻറ്റ് 2,1 ആണ്. അപ്പോൾ ഞാൻ എ ബി ആയിട്ട് 2,1നെ എടുത്തു. ഇനി ബി കോമ എ എന്താണ്? അത് 1,2 ആയിരിക്കും അല്ലേ? പക്ഷെ നോക്കിക്കേ, 2,1 എവിടെ ഉള്ളൂ? 1,2 നിങ്ങൾ എവിടെയെങ്കിലും ഈ സെറ്റിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു എലമെൻറ്റിൻ്റെ കാര്യം നോക്കണ്ട അവിടെ. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ കാര്യം അവിടെ നോക്കണം. നമ്മൾ നേരത്തെ ട്രാൻസിറ്റീവ് പറഞ്ഞ പോലെ ആ ഒരു വീഡിയോയിൽ റിലേഷൻസ് ആൻഡ് ദിയർ പ്രോപ്പർട്ടീസ് പാർട്ട് 1ൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു R6 ട്രാൻസിറ്റീവായി. കാരണം എന്താണ്? എ കോമ ബി എന്നുള്ളൊരു എലമെൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? ബി കോമ സി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ട്രാൻസിറ്റീവാന്ന് പറഞ്ഞത്. അതുപോലെയാണ് ഇവിടെ.
ഇവിടെ A, B ഉണ്ട്, പക്ഷേ B, A ഇല്ല. അപ്പോൾ നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് 3,1ൻ്റെ കേസ്. A, B 3,1 ആണ്. അപ്പോൾ B, A എന്താണ് 1,3 ആണ്. 1,3 ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ എലമെൻ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. സിമിലർലി 3,2, 4,1, 4,2, 4,3 അങ്ങനെയാണ്. അതായത് A, B ഇവിടെ ഉണ്ട്, പക്ഷേ B, A ഇവിടെ ഇല്ല. ആൻറ്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? A, Bയും B, Aയും ഉണ്ടെങ്കിൽ A = B ആവണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ A, B മാത്രമേ ഉള്ളൂ, B, A ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. ഇതെന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. ഇനി നോക്കിക്കോ, R5ൻ്റെ കേസൊക്കെയാണ്. R5 നോട്ട് സിമെട്രിക് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. R5 നോട്ട് സിമെട്രിക് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആൻറ്റി സിമെട്രിക് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ആൻറ്റി സിമെട്രിക് ആണ്. ആൻറ്റി സിമെട്രിക് ആണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, 1,1ൻ്റെ കേസ് ഓക്കെ ആയിരിക്കും. 1,2 എടുക്കുമ്പോൾ നിങ്ങൾ 2,1 ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ 2,1 ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ R4ൻ്റെ കേസ് പറഞ്ഞ സാധനം കൊണ്ട് ഇത് ഓക്കെയാണ്. ഇനി 1,3 എടുത്തു, 3,1 വല്ല എടുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. 1,4 ഉണ്ട്, 4,1 ഉണ്ടോ? ഇല്ല. 2,2 ഉണ്ട്. അപ്പോൾ A, B 2,2 എടുത്തു. B, A എന്താണ്? അതും 2,2 ആണ്. ആൻഡ് A = B ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഓക്കെയാണ്. 2,3ൻ്റെ കേസിലോ 2,3 അവിടെ ഉണ്ട്, പക്ഷേ 3,2 ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2,4ൻ്റെ കേസും 3,4ൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അതായത് A, B അവിടെ ഉണ്ട്, പക്ഷേ B, A എന്ന് പറഞ്ഞൊരു എലമെൻ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴേ നമ്മൾ നോക്കണ്ടുള്ളൂ. നമുക്ക് A, B ആയിട്ട് ഞാനിപ്പോൾ 3,3 എടുത്തു. അപ്പോൾ എൻ്റെ B, A എന്താണ്? അതും 3,3 ആണ്. അപ്പോൾ A = B എന്നുള്ള കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ അല്ല. അപ്പോൾ ഇതിന് ഓക്കെയാണ്. ഇനി അതുതന്നെയാണ് 4,4ൻ്റെ കേസിലുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് ആൻറ്റി സിമെട്രിക് ആയി. അപ്പോൾ ഇതെന്താണ്? ആൻറ്റി സിമെട്രിക് ആയി. ഇനി അടുത്തത് R6. R6 സിമെട്രിക് അല്ല അല്ലേ? നമ്മളതിൽ നോൺ സിമെട്രിക് എന്നാണ് പറഞ്ഞത്. ഇത് ആൻറ്റി സിമെട്രിക് ആണോ? അതെ, ഇത് ആൻറ്റി സിമെട്രിക് ആണ്. കാരണം എന്താണ്? ഇവിടെ A, B ആയിട്ട് ഞാൻ 3,4 എടുത്തു. ഇനി B, A ആയിട്ട് നിങ്ങൾക്ക് 4,3 എന്നുള്ള ഒരു എലമെൻറ്റ് നിങ്ങളിവിടെ കാണുന്നുണ്ടോ ഈ റിലേഷനിൽ? അങ്ങനെ ഒരു എലമെൻറ്റ് ഇല്ല. നമ്മളോട് പറഞ്ഞെന്താണ്? അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം A = B ആയാൽ മതി എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു എലമെൻറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെന്താണ്? ആൻറ്റി സിമെട്രിക് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി. ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും ഏകദേശം ഒരു ഐഡിയ കത്തിയില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ A, B R-ലുണ്ടെങ്കിൽ, ഇഫ് A, B R-ലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? A < B ആണ്. പക്ഷെ തിരിച്ച് B < A വരുമോ? എപ്പോഴേ വരുള്ളൂ. B, A R-ലുണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ടും A = B ആവണം അല്ലേ? നിങ്ങളോട് പറയാണ് ഒരു നമ്പർ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയണേ, 1 < 2 ആണ്. അപ്പോൾ 1,2 ഈ റിലേഷനിലുണ്ട്. പക്ഷെ നോക്കിക്കേ, 2,1 ഈ റിലേഷനിൽ ഉണ്ടാവുക. കാരണം 2 < 1 ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ റിലേഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഇത് സിമെട്രിക് അല്ല. ഇത് സിമെട്രിക് അല്ല. പക്ഷെ നോക്കിക്കേ, ഞാൻ പറയാണ് 1,1 ഉണ്ട്. കാരണം 1 < 1 ആണ്. ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട്. അപ്പം A ഞാൻ 1 എടുത്തു, B ഞാൻ 1 എടുത്തു ഇല്ലേ? അപ്പം ഞാൻ B, A എടുക്കുകയാണേ. ഇത് A, B ആട്ടോ എൻ്റെ. അപ്പോൾ ഞാൻ B, A എടുക്കുകയാണ്. B, A എന്താണ്? B എന്ന് പറഞ്ഞാൽ 1 ആണ്, A എന്ന് പറഞ്ഞാൽ 1 ആണ്. വീണ്ടും 1 < 1 അല്ലേ? അപ്പോൾ A, Bയും ഈ റിലേഷനിലുണ്ട്, B, Aയും ഈ റിലേഷനിലുണ്ട്. അപ്പോൾ നോക്കിക്കേ, A = B ആണോ? അതെ, A എന്ന് പറഞ്ഞാലും 1 ആണ്, B എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പം അവിടെ ഇത് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്താണ്? ഇത് നോട്ട് സിമെട്രിക്. പക്ഷെ എന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് അല്ല, പക്ഷെ ഇതെന്താണ്? ആൻറ്റി സിമെട്രിക് ആണ്. ഇനി നമ്മുടെ R8 നോക്കിക്കോ. അതായത് A, B R-ലുണ്ടെങ്കിൽ A = B ആണ്. അപ്പം B, നമുക്ക് നേരെ തിരിച്ച് എഴുതിക്കൂടെ? B = A എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? B, Aയും R-ലുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആണ് അല്ലേ? ഇനി അടുത്തത് ഇവിടെ എന്താ? ആൻറ്റി സിമെട്രിക്കിൻ്റെ കേസ് എന്തായിരുന്നു? A, B belongs to R ആൻഡ് B, A belongs to R ആണ്. അതിനർത്ഥം എന്താണ്? A = Bയും B = A ആണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം എന്താണ്? A = B തന്നെയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് ആണ്. കാരണം ആൻറ്റി സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? A, B R-ലുണ്ട്, B, A R-ലുണ്ടെങ്കിൽ A = B ആവണം എന്നാണ്.
അപ്പോൾ ഇതിൻ്റെ ആ ഒരു തന്ന ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ ഇത് ആൻറ്റി സിമെട്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ R8 സിമെട്രിക്കുമാണ് ആൻറ്റി സിമെട്രിക്കും ആണ്. ഇപ്പോൾ ചിലർക്ക് ചില സംശയങ്ങളുണ്ടാവും, എങ്ങനെയാണ് ഒരു സെറ്റ് സെയിം ആയിട്ട് തന്നെ വന്നതെന്നുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഒരു സെറ്റ് എങ്ങനെയാണ് സിമെട്രിക്കും അതുപോലെ തന്നെ ആൻറ്റി സിമെട്രിക്കും ആയെന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും ചിലർക്ക്. അത് നമ്മൾ എന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി R9 നമ്മൾ നോക്കിക്കേ. ഇപ്പം A, B ബിലോങ്സ് ടു R ആണെങ്കിൽ A + B <= 3 ആയിരിക്കും, ആണല്ലോ. ഇനി നമുക്ക് B + A <= 3 എന്ന് എഴുതിക്കൂടെ? ഇത് നേരെ തിരിച്ച് അല്ലേ. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഇതെന്താണ്? B, A Rലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആണ്. ഇനി അടുത്തത് A + B <= 3. അതായത് ആൻറ്റി സിമെട്രിക് നോക്കേണ്ട കണ്ടീഷൻ എന്താണ്? A, B Rലുണ്ട്, B, Aയും Rലുണ്ട് എന്നാണ്. അപ്പം A + B <= 3 ആണ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? B + A <= 3 ആണ്. ഇതിൻ്റെ അർത്ഥം A = B ആണെന്നാണോ? അല്ല. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിനായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ A ആയിട്ട് ഞാൻ 1 എടുത്തു, B ആയിട്ട് ഞാൻ 2 എടുത്തു. അപ്പോൾ നോക്കിക്കേ, A, B എന്ന് പറഞ്ഞാൽ 1, 2 ആണ് അല്ലേ. 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് <= 3 ആണ്. അപ്പോൾ അതുകൊണ്ട് A, B Rലുണ്ട്. ഓക്കെ, A, B belongs to R. ഇനി അടുത്തത് B, A എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1, 2 ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 2 + 1 = 3 ആണ്. അത് <= 3 ആണ്. അപ്പോൾ B, Aയും Rലുണ്ട്. നമ്മളെ കണ്ടീഷൻ പ്രകാരം ഇത് Rലുണ്ട് അല്ലേ. A + B <= 3 അല്ലേ നമ്മുടെ കണ്ടീഷൻ, അതിവിടെ ഉണ്ട്. പക്ഷേ A = B ആണോ? അല്ല. A = 1 ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അത് ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ആൻറ്റി സിമെട്രിക് അല്ല. അപ്പോൾ ഇത് സിമെട്രിക് ആണ്, പക്ഷേ നോട്ട് ആൻറ്റി സിമെട്രിക്. അപ്പോൾ ഇത്രയും ചെയ്ത് വന്നപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇതൊക്കെ ഒരു സെയിം റിലേഷനിൽ തന്നെ സിമെട്രിക്കും ആൻറ്റി സിമെട്രിക്കും ഉണ്ട്. സിമെട്രിക് ആണ് പക്ഷേ ആൻറ്റി സിമെട്രിക് അല്ലാത്തൊരു റിലേഷൻ ഉണ്ട്. ആൻറ്റി സിമെട്രിക് ആണ് പക്ഷേ സിമെട്രിക് അല്ലാത്തൊരു റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ആൻറ്റി എന്നുള്ള ഒരു വാക്കുള്ളതുണ്ട്. പലപ്പോഴും ആൻറ്റി എന്ന് പറയുമ്പോൾ എതിരെ എന്നുള്ളൊരു അർത്ഥത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമെട്രിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി സിമെട്രിക് എന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ. ഇവിടെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എങ്ങനെ വിചാരിക്കുക? അതായത് സിമെട്രിക് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് 1, 1 എന്നും 1, 2 എന്നുള്ള എലമെൻറ്റ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ A = B ആണെങ്കിലും A ≠ B എന്നുള്ള കേസ് ആണെങ്കിലും അവിടെ പ്രശ്നങ്ങളില്ല അല്ലേ. അവിടെ A = B എന്നുള്ള ഒരു കേസ് എടുത്താൽ ഉറപ്പായിട്ടും സിമെട്രിക് ആവും. അതായത് ഇപ്പോൾ 1, 1 Rലുണ്ട് എന്ന് വിചാരിച്ചോ, ഉറപ്പായിട്ടും അവിടെ 1, 1 അതായത് A, B എന്ന് പറഞ്ഞത് Rലുണ്ട്. ഇപ്പോൾ B, A എന്ന് പറഞ്ഞാലും 1, 1 അല്ല, അതും Rലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമെട്രിക്കിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആവുന്ന കേസിൽ കുഴപ്പമില്ല. ഈക്വൽ അല്ലാത്ത കേസ് എടുക്കുന്ന സമയത്ത് 1, 2 Rലുണ്ട്. അപ്പോൾ 2, 1 Rലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതെന്താണ്? സിമെട്രിക് ആണ് അല്ലേ. അവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ആൻറ്റി സിമെട്രിക്കിൻ്റെ കേസിൽ 1, 2 Rലുണ്ട്, 2, 1 Rലുണ്ടെങ്കിൽ അത് നോട്ട് ആൻറ്റി സിമെട്രിക്കേ ആവുള്ളൂ. അപ്പോൾ ഇതെപ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ഈ ആൻറ്റി സിമെട്രിക്കിൻ്റെ പ്രോപ്പർട്ടി ഒരേ എലമെൻറ്റ് വരണ സമയത്തെ ഈ ഒരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുള്ളൂ. അതായത് A, Bയും B, Aയും അവിടെ ഉണ്ടെങ്കിൽ, Rലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് A = B ആവണം അല്ലേ. അല്ലാത്തൊരു കണ്ടീഷൻ A ≠ B ആണെങ്കിൽ അത് നോട്ട് ആൻറ്റി സിമെട്രിക് ആയിരിക്കും. ഈ ഒരു കേസ് മാത്രമേ ഇത് ആൻറ്റി സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇവിടെ സിമെട്രിക്കിൻ്റെ കേസ് നോക്കിക്കേ, ഇത് A = Bൻ്റെ ഒരു കേസാണ് ഞാനിവിടെ എഴുതിയത്, A = Bൻ്റെ കേസ്. ഇവിടെ A ≠ Bൻ്റെ ഒരു കേസാണ് എഴുതിയത്, A ≠ B. ഈ രണ്ട് കേസിലും ഇതെന്താണ്? സിമെട്രിക് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ A ≠ B എന്നുള്ളൊരു കേസ് ചെയ്തപ്പോൾ അത് നോട്ട് ആൻറ്റി സിമെട്രിക് ആയി. അതേസമയം A = Bൻ്റെ ഒരു കേസ് എടുത്തു. 1, 1 Rലുണ്ടെങ്കിൽ, അതായത് A, B Rലുണ്ട്. അപ്പം B, Aയും ഉറപ്പായിട്ടും Rലുണ്ട് അല്ലേ, ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? A = B ആണ്. അപ്പോൾ ഈ കേസിൽ മാത്രമാണ് ഇതെന്തായത്? ആൻറ്റി സിമെട്രിക് ആയത്. ഇത് കേസിൽ എന്താണ്? നോട്ട് ആൻറ്റി സിമെട്രിക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞത്. ശരിക്കും ഓപ്പോസിറ്റ് ആണോ? അല്ല, ശരിക്കും ഓപ്പോസിറ്റ് അല്ല. നമ്മൾ ഈ ഓപ്പോസിറ്റ് ആണെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് A ≠ B, A B ആണെങ്കിലും സിമെട്രിക്കിൽ അതും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആൻറ്റി സിമെട്രിക് എടുക്കുന്ന സമയത്ത് A = B ആണോ, A ≠ B ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം.
അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരേ സമയം തന്നെ ഒരു റിലേഷൻ സിമെട്രിക്കും ആൻറ്റി സിമെട്രിക്കും ആവാം, അല്ലാതെയും ഇരിക്കാം, അതിന് കുഴപ്പം ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ.